യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അങ്കിളിന്റെ ഭാര്യ അരുണമാൻറ്റി സേനാപതിയുടെ മകളെ കൊലപ്പെടുത്തിയെന്ന പേരിൽ വിചാരണ നേരിടുന്നുണ്ട്. അതിന്റെ പ്രതികാരമാവും ഒരുപക്ഷെ. ഓ, അപ്പൊ നിങ്ങൾ കാരണവും കണ്ടെത്തി കഴിഞ്ഞു. ഇനി പോലീസുകാർക്ക് പണിയൊന്നുമില്ല. നിങ്ങൾ പറയുന്ന അനുസരിച്ച് സേനാപതിയെ പിടിച്ച് അകത്തിട്ടാ മാത്രം മതി, അല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം കേസുകളാണ്? ആ വീടെന്താണോ ഗുണ്ടാ സംഘത്തിന്റെ ആസ്ഥാനോ? സർ, മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ എന്നെ മര്യാദ പഠിപ്പിക്കണ്ട കേട്ടോ. തന്റെ ഭാര്യ ആന്റിയും കൂടി ഒരു പെൺകുട്ടിയെ കൊന്ന് തള്ളിയിട്ട വീടല്ലേ ഇത്? അതിനുശേഷം മിസ്സിംഗ് ആയ കുട്ടിയെ നാടകീയമായി കോടതിയിൽ ഹാജരാക്കിയില്ലേ താൻ? തന്റെ മൊഴി വിശ്വസിക്കാൻ ഞങ്ങൾക്കല്പം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സംഭവിച്ചത് ഇതാണ്. അങ്കിളിനെ കുത്തി വീഴ്ത്തി സേനാപതി കാറിലേക്ക് ഓടിക്കയറുന്നത് ഞങ്ങൾ കണ്ടതാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ താൻ അവിടേക്ക് എത്തിയത് എങ്ങനെയാണ്? പൂജ വിളിച്ചു പറഞ്ഞിട്ട്. ശരി, കൃത്യമായി ആ സമയത്ത് തന്നെ കുട്ടി എങ്ങനെ അവിടെ എത്തിയെന്ന് അറിയണമല്ലോ. അല്ലാതെ ആ, ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയുക. ഓക്കെ? ഇയാളുടെ മൊഴിപ്രകാരം കുട്ടിയാണ് ഇയാളോട് നന്ദഗോപനെ നെഹ്റു പാർക്കിലേക്ക് ആരോ വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞത്. ആരും അല്ല സർ, അച്ഛന്റെ അനിയനാണ് വിളിച്ചു വരുത്തിയത്, ശങ്കർ. അച്ഛനോ? ഏതച്ഛൻ? നന്ദനച്ഛൻ. അയാൾ അതിന് നിങ്ങളുടെ അച്ഛനല്ലല്ലോ. കോടതി രേഖ പ്രകാരം അയാളുടെ മകൾ പ്രിയയല്ലേ? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇയാൾ വിളിക്കാറുള്ളത് അങ്ങനെയാണോ? പോരെ? ചിലപ്പോ പോരാതെ വന്നാലോ വക്കീലേ. എന്തായാലും കുട്ടി പറയൂ, കേൾക്കട്ടെ. സർ, പ്രിയ ശങ്കറുമായി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. എന്ത് കേട്ടു? നന്ദനച്ഛനെ നെഹ്റു പാർക്കിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണമെന്ന് ശങ്കർ അവളോട് ഫോൺ വിളിച്ചു പറഞ്ഞു. അവര് തമ്മിലുള്ള സംസാരത്തിൽ നന്ദനച്ഛനെ ഉപദ്രവിക്കാനുള്ള നീക്കമാണെന്ന് എനിക്ക് മനസ്സിലായി. നെഹ്റു പാർക്കിലേക്ക് വരാൻ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോ നന്ദനച്ഛനെന്ന് സ്നേഹത്തോടെ ഇയാൾ വിളിക്കുന്ന ശ്രീമാൻ നന്ദഗോപന് ഒരു ആപത്ത് വരാൻ പോവുകയാണെന്ന് നീയാണ് ആദ്യമായിട്ട് അറിഞ്ഞത്, അല്ലേ? എന്നിട്ടും നീ പ്രിയോട് ഒരു വാക്കുപോലും ചോദിച്ചില്ല. ഇൻസ്പെക്ടർ, അയാൾക്കൊരു പേരുണ്ട്, അത് വിളിച്ച് സംസാരിക്കണം. ഓ, ആവാം. അപ്പോ എന്താ പേര്? പുഷ്പയോ? പൂജ. ഓ, ശരി ശരി. അപ്പൊ പൂജ മോള് പിന്നീട് എന്ത് ചെയ്തു? നന്ദനച്ഛന്റെ വീട്ടിലേക്ക് പോയി. ഫോണിന്റെ കാര്യം പറഞ്ഞു അല്ലേ? അതെ, പക്ഷേ നന്ദനച്ഛൻ ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോയി. എന്നിട്ട്? അപ്പോഴേക്ക് അജുവേട്ടൻ വിളിച്ചു. ഞാൻ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ച അങ്ങോട്ടേക്ക് ചെന്നത്. അപ്പോഴേക്കും അർജുൻ വക്കീലേ, ഭാര്യ പൂജ പറയുന്നത് അപ്പടി അങ്ങ് വിഴുങ്ങാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഫോണിൽ മറ്റൊരാൾ സംസാരിക്കുന്നത് മുഴുവൻ ഒളിച്ചു നിന്ന് കേൾക്കുക. ആ വിവരം വീട്ടിൽ ആരോടും പറയാതെ അവിടെ ഇല്ലാത്ത ഭർത്താവിനോട് പറയാൻ ഫോൺ വിളിക്കുക. എന്നിട്ട് കിട്ടാതെ വരുമ്പോ നന്ദനെ പോയി കാണുക. പറഞ്ഞത് വിശ്വസിക്കാതെ നന്ദൻ പുറപ്പെടുക. കൃത്യം കുത്തേറ്റ് കഴിയുമ്പോ താങ്കളും പൂജയോ അവിടെ എത്തുക. എന്തോ വശപ്പശ കൊണ്ടല്ലോ ഇതില്. സർ, സൈബർ സെല്ലിൽ വിളിച്ച് ഫോണിന്റെ ഡീറ്റെയിൽസ് എടുത്ത പോരെ? ആര് വിളിച്ചു, എപ്പോ വിളിച്ചു, എങ്ങനെ വിളിച്ചു എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. നുണ പറയുന്നത് കണ്ടുപിടിക്കലാണ് പോലീസിന്റെ ജോലി. സർ, ശങ്കർ റാം പ്രിയെ വിളിക്കുന്നു, പ്രിയ നന്ദഗോപനെ വിളിക്കുന്നു. ശങ്കർ റാമൻ സേനാപതിയും ചേർന്ന് നന്ദനങ്ങളിനെ കാത്തു നിൽക്കുന്നു. സേനാപതി നന്ദനങ്ങളിനെ കുത്തുന്നു. ഓഹോ, മൊഴിയെടുക്കാൻ വരുമ്പോഴേക്കും കേസിലെ പ്രതികളെ തീരുമാനിച്ചല്ലേ? സർ, മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദയോട് പെരുമാറാനും അഭിമാനത്തോടെ ജോലി ചെയ്യാനും ശ്രമിക്കണം മിസ്റ്റർ. അകത്ത് ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ഒരാളുണ്ട്, ഈ കേസിൽ കുത്തേറ്റ ആള്.
ആ ആളിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണല്ലോ FIR ഇടുന്നത്. ആദ്യം അത് കഴിയട്ടെ. എന്റെ ഭാര്യ എന്തിനു ഫോൺ ഓടിച്ചെന്ന് കേട്ടു, എന്തുകൊണ്ട് മറ്റുള്ളവരോട് പറയാതെ എന്നെ വിളിച്ചറിയിച്ചു, ലോ ആൻഡ് ഓർഡർ എന്റെ പരിധിയിലാണോ എന്നുള്ളതിനെല്ലാം എന്നിട്ട് ആ ഉത്തരം. തൽക്കാലം സാർ ചെല്ല്. വക്കീലേ, പോലീസിനോട് വേണ്ട കളി. പോലീസും വക്കീലും എവിടെയൊക്കെ കളിച്ചിട്ടുണ്ടോ, ജയിച്ചത് എപ്പോഴും വക്കീലന്മാർ തന്നെയാ. അന്വേഷിച്ചു നോക്കി വേണമെങ്കിൽ. ബാബുജി, എന്താ ഇൻസ്പെക്ടറെ? അതെ, ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ളതിന് എന്തെങ്കിലും രേഖ ഉണ്ടാക്കി വെച്ചേക്ക്. എന്തു പറ്റി? അർജുനും അവന്റെ ഭാര്യയും തന്നെ വ്യക്തമായി കണ്ടിട്ടുണ്ട്. മാത്രമല്ല, ആ പെണ്ണിന്റെ മൊഴി അനുസരിച്ച് ശങ്കർ അവളോട് സംസാരിക്കുന്നത് മുഴുവൻ അവൾ കേട്ടിട്ടുണ്ട്. ശ്ശേ. നന്ദഗോപൻ ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ബോധം വന്ന് നൽകുന്ന മൊഴിയിൽ തന്റെ പേരുകൂടെ ഉണ്ടായാൽ അറിയാലോ. അർജുൻ വേറെ ആരെങ്കിലും കണ്ടു എന്ന് പറഞ്ഞു? ഒരു വണ്ടി പോയിന്ന് മാത്രം പറഞ്ഞു. ശരി, ഞാൻ വിളിച്ചേക്കാം. ബാബു, താനിരിക്കും. പൂജതെ, ഈ വക ഉമ്മാക്കികൾ ഇനിയും ഉണ്ടാവും. താനത് കണ്ട് പേടിക്കണ്ട. നമ്മൾ നമ്മുടെ സത്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുക. ഇതുവരെ നടന്ന മുഴുവൻ കളികൾക്കും ഇതായിരിക്കും ഒരു അവസാനം. ആ, താൻ ധൈര്യമായിട്ടിരിക്കെ. അജുട്ടാ, അമ്മയോട് പറയണ്ടേ? അതെ അർജുൻ, പറയൂ. ഇതെപ്പോഴാ ഉണ്ടായത്? ശരി, ഞാൻ പറയാം, ശ്രമിക്കാം. മനുഷ്യല്ലേ അർജുൻ, ഇത്തരം സന്ദർഭങ്ങളില് എന്തിനാ വൈരാഗ്യം? ആ ശരി. കാലത്തെ ചികിത്സയെല്ലാം കഴിഞ്ഞുല്ലേ? ആ കഴിഞ്ഞു. ആ പിന്നെ ധാര കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എന്താ സ്വാമി? ഒന്നുമില്ല. അങ്ങനെയല്ലല്ലോ സ്വാമിജി, ഇങ്ങനെ വന്ന് അന്വേഷിക്കുന്ന ഒരു പതിവില്ലല്ലോ. ജീവിതത്തിലെല്ലാം പതിവനുസരിച്ചല്ലോ ഉണ്ടാവുന്നത്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചൊരു യന്ത്രം പോലെ ജീവിതം പ്രവർത്തിക്കുമെങ്കില് മനുഷ്യർക്ക് അതിൽ സന്തോഷിക്കാനും സങ്കടപ്പെടാനും ഒന്നും ഉണ്ടാവില്ല. ക്ലോക്കിൽ സമയം മാറി വരും പോലെ എല്ലാം ആദ്യം അറിയുമെങ്കിൽ പിന്നെ ജീവിതമില്ലല്ലോ. സ്വാമി എന്താ പറഞ്ഞു വരുന്നത്? നന്ദഗോപനോടെ അരുണിമയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് ചോദിച്ചിട്ടുമില്ല, അരുണിമയൊട്ട് പറഞ്ഞിട്ടുമില്ല. അപ്രതീക്ഷിതമായത് ഒരുപക്ഷെ നന്ദനിൽ നിന്ന് അരുണിമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. അതിന്റെ കറ ഇപ്പോഴും ഉള്ളിലുണ്ടാവും. പക്ഷേ ജീവിതം പലപ്പോഴും ഒരേ ദിശയിൽ കറങ്ങില്ലല്ലോ. നന്ദന് ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് അർജുൻ വിളിച്ചിരുന്നു. അതും ആരുടെയോ കുത്തേറ്റിട്ടാ.